ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രമമായി തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും ഇടയാകുന്നതിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഇന്നത്തെ വായന ഭാഗം 2 കൊരിന്ത്യർ 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 4-ാം വാക്യം. ത്രോഫിമോസും ആസ്യ വരെ അവനോടുകൂടെ പോയി. പൗലോസ് വ്യത്യസ്തനായ ഒരു മിഷണറി ആയിരുന്നു. ജീവിതത്തോടും ജീവിത സാഹചര്യങ്ങളോടും ജീവിത യാഥാർത്ഥ്യത്തോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ വ്യത്യസ്തനാക്കി മാറ്റിയത്. ജാതി മത ഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തൻ്റെ പിന്തുടർച്ചക്കാരായി ഏവരെയും അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നു. പൗലോസ് തൻ്റെ മിഷണറി യാത്രകൾക്കു ശേഷം യെരുശലേമിലേക്കുള്ള മടക്കയാത്രയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. ഈ യാത്രയിൽ പൗലോസിൻ്റെ സഹയാത്രികനായിരുന്ന വ്യക്തിയായിരുന്നു ത്രോഫിമോസ്. ആസ്യ വരെ പൗലോസിനെ അനുഗമിച്ച 7 ശിഷ്യന്മാരിൽ ഒരാളുമായിരുന്നു ത്രോഫിമോസ്. ത്രോഫിമോസിനെ കുറിച്ച് ഈ പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ധൈര്യപൂർവമായ ആരാധന നടത്തിയ വ്യക്തിയായിരുന്നു ത്രോഫിമോസ്. എഫെസോസ് നഗരത്തിലെ ഒരു വിജാതീയനായ ക്രിസ്ത്യാനിയായിരുന്നു ത്രോഫിമോസ്. പൗലോസ് എഫെസോസിൽ പ്രവർത്തിക്കുമ്പോഴാണ് ത്രോഫിമോസിനെ പരിചയപ്പെടുന്നത്. ത്രോഫിമോസിനെ ദേവാലയത്തിൽ കണ്ടതിനാൽ ജനങ്ങൾ അവിടെ സംഘർഷമുണ്ടാക്കുന്നതായിട്ട് കാണാം. അതിന് കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവൻ യവനന്മാരെയും ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു കൂകുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് യവനന്മാരെ പ്രവേശിപ്പിച്ച് ദൈവാലയത്തെ അശുദ്ധമാക്കി എന്നതായിരുന്നു ഇവിടത്തെ സംഘർഷത്തിന് കാരണം. ത്രോഫിമോസിന് അറിയാമായിരുന്നു യഹൂദേതരനായ തനിക്ക് ദൈവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് അനുവാദമില്ല എന്നത്. എന്നാൽ പൗലോസിലൂടെ ക്രിസ്തുബോധം ഉള്ളിൽ നിറഞ്ഞതിനാൽ അദ്ദേഹം ദൈവാലയത്തിൽ പ്രവേശിക്കുന്നു. തനിക്ക് ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വകവയ്ക്കാതെയാണ് അദ്ദേഹം ദൈവാലയത്തിലേക്ക് പോകുന്നത്. അതിനു കാരണം അവൻ്റെ ഉള്ളിലെ ക്രിസ്തുബോധവും ധൈര്യവുമായിരുന്നു. എന്നാൽ ഇന്ന് പലതിൻ്റെയും പേരിൽ ക്രിസ്തുവിനെയും വിശ്വാസത്തെയും തള്ളിപ്പറയുന്നവരുടെ ഒരു കൂട്ടത്തെ നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, യഹൂദേതരനായ ത്രോഫിമോസിന് ത്യാഗം സഹിപ്പാനും ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ധൈര്യപൂർവമായ നിലപാടുകൾ എടുക്കുവാനും സാധിച്ചു. രണ്ടാമതായിട്ട് വിശ്വസ്തനായ സഹപ്രവർത്തകനായിരുന്നു ത്രോഫിമോസ് പൗലോസിൻ്റെയും മറ്റു ശിഷ്യന്മാരുടെയും വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൗലോസിൻ്റെ എഫെസോസിൽ നിന്നുള്ള മടക്കയാത്രയിൽ, അതായത് യെരുശലേമിലേക്ക് പോകുമ്പോൾ സഹയാത്രികനായിട്ട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ത്രോഫിമോസ്. തൻ്റെ ഭവനത്തിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ നിന്നും മാറി യാത്രകൾ ചെയ്യുവാനും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമുള്ള തീക്ഷ്ണതയും വിശ്വസ്തതയും ത്രോഫിമോസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വിജാതീയനായ ക്രിസ്ത്യാനി എന്ന നിലയിൽ ധൈര്യപൂർവം ദൈവത്തെ ആരാധിക്കുകയും വിശ്വസ്തനായി ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നിവർത്തിക്കുകയും ചെയ്യുന്നു. ത്രോഫിമോസിനെതിരായി നഗരം ഒന്നടങ്കം ഇളകിയപ്പോഴും ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ഉള്ളിലെ ക്രിസ്തുബോധം എപ്രകാരമാണ്? പ്രതിസന്ധികളും പീഡനങ്ങളും വരുമ്പോൾ ഉപേക്ഷിക്കുവാൻ പാകത്തിലുള്ളതാണോ എൻ്റെ ക്രിസ്തീയ വിശ്വാസം? ത്രോഫിമോസിനെ പോലെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ത്രോഫിമോസിനെ പോലെ മനസാന്നിധ്യവും ദൈവാത്മശക്തിയും തന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ.